അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. അൽഹംദുലില്ലാഹ് الذي أنزل آيات بينات وكتابا مبينا بيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات تدبر القرآن تحت إشراف فهم القرآن على أيسر المستوى. ഖുർആൻ പഠനത്തിനെളുപ്പയുടെ കീഴിൽ നടന്നു വരുന്ന തദബ്ബുർ ഖുർആൻ സെഷനുകളുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അൽ-അൻആം 151 നമ്മൾ നിർത്തിയത്. നമ്മൾ പറഞ്ഞിരുന്നു വസിയ്യത്തിനെ കുറിച്ച് ഇനിയും വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. മുമ്പ് നമ്മുടെ പ്രിലിമിനറി 1 പഠിക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ നിർദ്ദേശിച്ചിരുന്ന ഒരു ഭാഗമായിരുന്നു. ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രിലിമിനറി 1 വായിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആരും ശ്രദ്ധിച്ചില്ല. 151 മുതൽ 153 വരെയുള്ള ഭാഗം വായിച്ചു നോക്ക്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിടത്ത് ഇതാണ് എന്റെ മാർഗം, അങ്ങനെ 10 കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഭാഗമാണ് ഇത്. അന്ന് വായിക്കാൻ നിർദ്ദേശിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ സവിസ്തരം പഠിക്കുന്നത്. ഇതിൽ 10 കൽപ്പനകൾ നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ 10 എണ്ണം എണ്ണി എഴുതിയിട്ട് ഗ്രൂപ്പിലിടുക. 10 എണ്ണം കിട്ടിയില്ല എന്ന് അറിയണമല്ലോ. അതേപോലുള്ള കൽപ്പനകൾ പൂർവിക ഗ്രന്ഥങ്ങളിലും കാണാൻ പറ്റും. തൗറയിലും ഇഞ്ചിയിലും ഒക്കെ കാണാം. ഇന്നത്തെ അവൈലബിൾ വെർഷനുകളായ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഇതേപോലുള്ള കൽപ്പനകൾ കാണാം. ഇതിൽ പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അതിലും കാണാം. പഴയ നിയമത്തിലെ 10 കൽപ്പനകളൊക്കെ എണ്ണി പറയുന്നുണ്ട്. അതിൽ ഭൂരിപക്ഷവും ഇതിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോ ഒരു രീതിയിൽ നിന്ന് വേറെ രീതിയിൽ ഈ കൽപ്പനകൾ തൗറയിലും ഉണ്ട്, ഇഞ്ചിയിലും അതേപോലെ ഖുർആനിലും ഉണ്ട്, വ്യത്യസ്ത രീതികളിൽ. ചില സംഗതികൾ തുടർച്ചയായി പറഞ്ഞിട്ടുണ്ടാവും, ചില സംഗതികൾ വേറെ വേറെ ഭാഗങ്ങളിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ബാക്കി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون ثم آتينا موسى الكتاب تماما على الذي أحسن وتفصيلا لكل شيء وهدى ورحمة لعلهم بلقاء ربهم يؤمنون وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون أن تقولوا إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين أو تقولوا لو أنا أنزل علينا الكتاب لكنا أهدى منهم فقد جاءكم بينة من ربكم
فقد جاءكم بينة من ربكم وهدى ورحمة فمن أظلم ممن كذب بآيات الله وصدف عنها سنجزي الذين يصدفون عن آياتنا سوء العذاب بما كانوا يصدفون. അപ്പോൾ നമ്മള് ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവാണ് അല്ലേ? പ്രായത്താകെയുള്ളത് 165 165 ഇനി നമുക്ക് 23 165 ഇനി ഒരു ക്ലാസ് കൂടെ ഉള്ളു അല്ലേ? ഒരു ക്ലാസ് കൂടെ കഴിയുമ്പോഴത്തേക്ക് തീർന്നു. പിന്നെന്താ, ഒരു ക്ലാസ് കൂടെ കഴിഞ്ഞാൽ പിന്നെ പരീക്ഷയായി. കൂലങ്കഷമായി പഠിക്കണം. നേരത്തെ പഠിച്ചോലായിരിക്കില്ല. ഇതിൽ താരതമ്യങ്ങളും അതേപോലെ ഇതിലുള്ള കാര്യങ്ങൾ വേറെ എവിടെയൊക്കെ വന്നിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കി വേണം പഠിക്കാൻ. അപ്പൊ അടുത്ത കൽപ്പന, നേരത്തെ ആ കൽപ്പന പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? അപ്പോൾ ഹറമ റബ്ബുക്കും വലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം എന്താ പറഞ്ഞത്? ജാലിക്കും വസ്സാക്കും ജിഹി. വസ്സായു വസ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വസീയത്ത് നൽകി എന്നാണ് പറയുന്നത്. വസീയത്ത് എന്ന് പറഞ്ഞാൽ അന്തിമ ഉപദേശം. അപ്പോ അത് ശക്തമായും ആവർത്തിച്ചുകൊണ്ടും കൽപ്പിക്കുക എന്നാണ് വസ്സ എന്ന് പറയുന്നത്. ശക്തമായും ആവർത്തിച്ചുകൊണ്ടും കൽപ്പിക്കുക, ആവർത്തിച്ച് ഉറപ്പിച്ച് കൽപ്പിക്കുക, അതാണ് വസ്സ. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ സാരോപദേശം അല്ലെങ്കിൽ ഉപദേശ നിർദ്ദേശങ്ങൾ ഒന്നുമല്ല. അപ്പൊ അതാണ് അതിന്റെ അവസാനത്തിൽ എന്ത് പറയുന്നത്? ലാലിക്കും മസ്സാക്കും ബിഹി, അത് മുഖേന അതുകൊണ്ട് നിങ്ങളെ കൽപ്പിക്കുകയാണ്, നിങ്ങളോട് കൽപ്പിക്കുകയാണ്, ശക്തമായി ഊന്നി ആവർത്തിച്ച് കൽപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത കൽപ്പന പറയുന്നിടത്ത് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ അവസാനം വീണ്ടും പറയുന്നുണ്ട് ലാലിക്കും മസ്സാക്കും ബിഹി ലാലക്കും. ആദ്യം പറഞ്ഞത് ലാലിക്കും മസ്സാക്കും ബിഹി ലാലക്കും താക്കലൂൻ, നിങ്ങൾക്ക് ബോധോദയം ഉണ്ടാകാൻ വേണ്ടി, ആക്കല് ബുദ്ധി ഇരിക്കാൻ വേണ്ടി. രണ്ടാമത്തേല് പറയുന്നത് ലാലിക്കും മസ്സാക്കും ബിഹി ലാലക്കും തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി. പരെന്താ പറയുന്നത്? ലാ തഖറബു മാലൽ യതീം. നമ്മൾ വേറെ പല സ്ഥലങ്ങളിലും അത് പഠിച്ചിട്ടുണ്ട്. ലാ തഖറബു മാലൽ യതീം. അന്നിസായിൽ പ്രത്യേകം വന്നിട്ടുണ്ട്. അനാഥയുടെ പണത്തോട് സമ്പത്തിനോട് സമീപിക്കുക പോലുകയെ. അനാഥയുടെ സമ്പത്ത് തിന്നരുത് എന്ന് നിസായി പറയുന്നുണ്ട്. നല്ലതായിക്കുള്ള അമ്മാലേത്തമ്മ മുൽമൻ ഇന്നമായിക്കുള്ള ഫീപുത്തൂഹിൻ നാറൻ എന്ന് പറഞ്ഞു. അതിന് മുമ്പ് അതിന്റെ മുകളിലും അതേപോലെ ഇവിടെയും പറഞ്ഞെന്താ? ലാ തഖറബു മാലൽ യതീം, അനാഥയുടെ സമ്പത്തിനോട് സമീപിക്കുക ചെയ്യാൻ പാടില്ല, അപ്രോച്ച് ചെയ്യാൻ പാടില്ല. അത് കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം അതിനോട് സമീപിക്കരുത്, അടുക്കരുത്. ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ലതായിട്ടുള്ള, ഏറ്റവും ഉത്തമമായ മാർഗത്തിലല്ലാതെ, ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അല്ലാതെ. ഹത്ത യബ്ലഗ അശുദ്ധ, അവരുടെ പ്രായപൂർത്തി എത്തുന്നവരെ. പ്രായപൂർത്തി എത്തിയതിനു ശേഷം അങ്ങനെ ചെയ്യാം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് എന്താണ്? പ്രായപൂർത്തി എത്തുന്നവരെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. യബ്ലഗ അശുദ്ധഹു. അപ്പൊ ബലഗ അശുദ്ധഹു എന്ന് പറഞ്ഞാല്
പ്രായപൂർത്തി എത്തി അല്ലെങ്കിൽ കാര്യശേഷി എത്തി, സ്വന്തം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥ എത്തി. ഔഫുൽ കൈല, ഔഫ് എന്നത് എന്ത് വചനാണ്? മാളി മുളാരി അമ്ര നബി എന്താണ്? അപ്പൊ അതിന്റെ മാളി എന്തായിരിക്കും? ഔഫ യൂഫി. അപൂർണക്രിയ മുളാരി യൂഫി, ഔഫ യൂഫി. ആമന യുഅ്മിനു വസിനാണ്, പക്ഷെ ഇവിടെ ആമന എന്നിടത്ത് 2 ഹംസകൾ വന്നിരിക്കുന്നത്. ഇവിടെ ഔഫ യൂഫി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഹംസ്, രണ്ടാമത്തെ വാവ്. ഔഫ യൂഫി. ഔഫുൽ കൈല ബഹുവചനം പിന്നെ കൽപ്പനക്രിയ വരെ പോലെ. അതെ. ഔഫി ഔഫു, ഔഫ യൂഫി. അതെ. അല്ല, ഔഫയുടെ ബഹുവചനം എന്തായിരിക്കും വരിക? ഔഫ, ഔഫൗ, ഹദാ ഹദൗ. ഹദാ ഇത പോലെയുള്ള അക്ഷരമാണ് അവസാനിക്കുന്നത്. ഹദാ ഫതഹും പിന്നെ അലിഫിന് പകരമുള്ള യാ. ഹദാ. അപ്പൊ ഔഫ, ഹദാ ഹദൗ, ഔഫ ഔഫൗ. അല്ലേ? അപ്പൊ ഇവിടെ ഔഫു, ഔഫുൽ കൈല. കൈലെന്താണ്? കൈല് അളവ്. അല്ല, നിങ്ങളുടെ അടുക്കളയിലൊന്നും ഇല്ലേ കൈല്? അതല്ല. ഇല്ലേ? ആ കയ്യിലാണ് ഈ കയ്യില്. അത് കോരി എടുക്കല്ലേ, അളന്നെടുക്കല്ലേ. കറി മാത്രമല്ല, എല്ലാം അളന്നെടുക്കുകയാണ്. അതാണ് കയ്യില്. ഈ കയ്യിലാണ് അറബിയിൽ നിന്നും മലയാളത്തിൽ വന്ന കയ്യില്. അവസാനം അത് കൈ കൊണ്ട് കോരലെന്നൊക്കെ പോലുള്ള, അങ്ങനെയല്ല. ശരിക്കും അറബിയിലുള്ള കയ്യിൽ വന്നതാണ്. അപ്പൊ അങ്ങനെ കുറെ വാക്കുകൾ മാപ്പിളമാർ കൊണ്ടുവന്നിട്ടുണ്ട്. മാപ്പിളമാരെന്ന് പറഞ്ഞാൽ അവര് വന്ന് ഇവിടെ കല്യാണം കഴിച്ചു. അറബികൾ വന്നിട്ട് ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ടായി അവരെ ഹസ്ബൻഡ്സ് എന്നാണ് വിളിച്ചത്. അപ്പൊ വന്ന ഹസ്ബൻഡ്സിന്റെ ആൾക്കാരാണ് മാപ്പിളമാര്. അവർ കൊണ്ടുവന്ന വാക്കുകളാണ് ഇതെല്ലാം. കൈലി, മൈദാൻ, ബാക്കി, താരീഖ്, സാബൂൻ, സ്വാൻ, ഫിഞ്ചാൻ, അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ടാവും. അപ്പൊ അതിപ്പോഴാണ് കയ്യില്. അപ്പൊ അളന്നെടുക്കുന്ന അളവ് കയ്യില്, മീസാൻ. അപ്പൊ കയ്യിലിന്റെ കയ്യിൽ എന്ത് വചനാണ്? മസ്ദർ. അപ്പൊ അതിന്റെ മാവി കാല യക്കീല്, കാഫ്. മറ്റേ പറഞ്ഞു എന്നുള്ളതാണെങ്കിൽ എന്റെ യക്കൂൽ. ഇത് കാല യക്കീൽ. അപ്പം കാല യക്കീലുവിന്റെ കൽപ്പന എന്തായിരിക്കും? കാല യക്കീലുവിന്റെ കൽപ്പന. കാല യക്കൂലുവിന്റെ കൽപ്പന എന്താണ്? അപ്പൊ കാല യക്കീലുവിന്റെ കൽപ്പന കാല യക്കീൽ കിൽ. കാല യക്കൂലു കുൽ. സാറ യസീറു സിർ. സാറ യസീറു സിർ. സിർ സീറു. അപ്പൊ കിൽ കീലു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കീലു തആം യുബാറകു ലക്കും. കീലു തആം യുബാറകു ലക്കും. നിങ്ങൾ ഭക്ഷണം അളന്നെടുക്കുക, നിങ്ങൾക്ക് ബർക്കത്ത് ലഭിക്കും. ഭക്ഷണം അളന്നെടുക്കുക. ബാക്കി നിങ്ങൾ ചിന്തിക്കുക, നമ്മളെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നു. ഔഫുൽ കൈല. അപ്പൊ അളവ് പൂർത്തിയാക്കുക. വൽ മീസാന, തൂക്കത്തിൽ. ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞു.
അളവ് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതെന്തായി? അത് ഒരു സമ്പൂർണമായ ആശയമായി. പിന്നെ ബിൽ കിസ്ത്, നീതിപൂർവം എന്ന് പറഞ്ഞാൽ കൂട്ടാനും പാടില്ല, കൂട്ടേണ്ടതുമില്ല, കുറയ്ക്കാൻ പാടില്ല എന്നാണ്. അതാണ് രണ്ട് കാര്യം ഒരുമിച്ച് പറഞ്ഞത് സൂറത്തുൽ മുത്തഫിഫീനിൽ. എന്താ പറഞ്ഞത്? വൈലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ കിതാലു അലന്നാസി യസ്തൗഫൂൻ. ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അളന്നെടുക്കുമ്പോൾ യസ്തൗഫൂൻ, പൂർത്തീകരിക്കുന്നു. വൈദാ കാലു ഹോം, അവർക്ക് അളന്നു കൊടുത്താൽ, ആ വസനു ഹോം, അവർക്ക് തൂക്കി കൊടുത്താൽ, യഖ്സിറൂൻ, കുറവ്. അപ്പൊ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ കുറച്ചെടുക്കേണ്ട കാര്യമില്ല, അങ്ങോട്ട് കൊടുക്കുമ്പോൾ കൂട്ടി കൊടുക്കേണ്ട കാര്യമില്ല. മറിച്ച് എന്താണ്? ബിൽ ഖിസ്ത്. അപ്പൊ കച്ചവടം ചെയ്യുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും നഷ്ടം വരാത്ത രീതിയിൽ നീതിപൂർവം, ഖിസ്ത്, സന്തുലിതാവസ്ഥയിൽ പൂർത്തീകരിക്കണം. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ. അവന് പറ്റുന്നതല്ലാതെ നാം നിർബന്ധിക്കുന്നില്ല. മുൻകാലങ്ങളിലൊക്കെ കച്ചവടം ചെയ്യുന്നവര് എന്ത് ചെയ്യണം? ഈ ത്രാസിന്റെ പടി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു അല്പം താന്നാൽ ഇത് എത്ര താന്നു എന്നുള്ള അറിയില്ല. ഇപ്പോഴാണെങ്കിലോ, ഇപ്പൊ 1 കിലോ എന്ന് പറയുന്ന 1000 ഗ്രാം 0.00 ആയാലും ഉടനെ അരി 2 അരി എടുത്ത് മാറ്റി. ഓക്കെ, കുഴപ്പമില്ല. കൃത്യമായ ത്രാസാണെങ്കിൽ കൃത്യമായ അളവ് മതി, ഒരു അരിയും കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം വാങ്ങുന്നയാള് 40 കിലോ 50 കിലോയാണ് വാങ്ങുന്നത്. 50 കിലോയുടെ ചാക്കിനകത്ത് 50 കിലോ, ചിലപ്പോൾ 5 ഗ്രാമോ 10 ഗ്രാം കൂടി ഇല്ല. അപ്പൊ 50 കിലോ വാങ്ങുന്നയാള് തൂക്കി കൊടുക്കുമ്പോ എന്തായിരിക്കും? അയാൾ 50 കിലോ കൊടുക്കണ്ടേ? 50 കിലോ കൊടുക്കണം. 49 അരയായാലോ അയാൾക്ക് നഷ്ടമായി. അതാണ് ഖിസ്തിന്റെ പ്രത്യേകത. നീതിയാണ്. അങ്ങോട്ടും കൂടല്ല, ഇങ്ങോട്ടും കൂടല്ല. അയാൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറയ്ക്കാനും പാടില്ല, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ കൂട്ടി വാങ്ങേണ്ട കാര്യവും ഇല്ല. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ. അപ്പൊ നാം കല്ലഫ എന്താണ്? നിർബന്ധിച്ചു. തക്ലീഫ്, നിർബന്ധം. ലാ നുകല്ലിഫു നഫ്സൻ, ഒരാളെയും നാം നിർബന്ധിക്കുന്നില്ല. ഇല്ല വുസ്അഹ. അതിന്റെ വുസ്അന്റെ മാറി എന്താണ്? വസിയ കുർസിയു സമാവത്ത് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ വസിയ, ഖുർആൻ വായിച്ചാൽ തന്നെ ഒരുപാട് ക്രിയകളുടെ രൂപഭേദങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അതിന്റെ മാറി എങ്ങനെ വരും. അപ്പൊ അതേപോലെ വാക്കുണ്ടോ നോക്കിയാൽ കിട്ടും. അതിന്റെ മുനാരി എങ്ങനെ വരും? ആ മുനാരി അതേപോലെ ഏതെങ്കിലും രൂപത്തിൽ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കൽപ്പന വന്നിട്ടുണ്ടോ? മുനാരിയും കൽപ്പനയും ഒരേപോലെ ആയിരിക്കും. അതേ പാറ്റേണിലാണ് മുനാരിയും കൽപ്പനയും ഉണ്ട്. അത് മുനാരിയിൽ നിന്നാണ് കൽപ്പന അടിക്കുന്നത്. അപ്പൊ അതിന്റെ അമ്രിന്റെ വസിന് നോക്കിയാലും മുനാരിന്റെ വസിന് കിട്ടും. മുനാരിന്റെ വസിന് നോക്കിയാൽ അമ്രിന്റെ വസിന് കിട്ടും. അപ്പൊ അത് മാതിയും മുനാരിയും നമുക്ക് കണ്ടെത്താൻ പ്രയോജനപ്രദമാകും. അങ്ങനെ നമുക്ക് ഇത് കണ്ടെത്താൻ പറ്റും. അപ്പോ വുസ്അൻ സഅത്ത് എന്ന് പറയും കേട്ടോ. വസിയായ സാഉ അതിന്റെ ക്രിയാതാത് വുസ് എന്നും പറയാം, അതേപോലെ സഅത്ത് എന്നും പറയാം. സഅത്ത് ഖുർആനിൽ പറ്റിയിട്ടുണ്ട്. സഅത്ത്. അപ്പൊ ഇല്ല വുസ്അഹ, അതിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ അതിന്റെ കഴിവ്. ലാ നുകല്ലിഫു നഫ്സൻ, ഒരാത്മാവിനെയും ഒരാളെയും നാം നിർബന്ധിക്കുന്നില്ല. ഇല്ല വുസ്അഹ, അതിന് കഴിയുന്നതല്ലാതെ. ഇദാ ഖുൽതും ഫഅദിലു, അടുത്ത കൽപ്പന. ഇദാ ഖുൽതും ഫഅദിലു, നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ യഅദിലു, നീതി പാലിക്കും. ഇദാ ഖുൽതും ഫഅദിലു, സംസാരിക്കുമ്പോൾ എന്താണ്? നീതി പാലിക്കണം. സംസാരിക്കുമ്പോൾ നമ്മുടെ കാര്യം പുറത്തു പറയാനും പാടില്ല, അവരുടെ കാര്യം മറ്റുള്ളവരുടെ കാര്യം നമ്മൾ അവഹേളിക്കണോ അല്ലെ പരിദൂഷണമായിട്ടോ പറയാനും പാടില്ല. നമ്മുടെ കാര്യം ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണ്? കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സ്. അവിടെ തന്നെ അതില് പറഞ്ഞപ്പോ എന്താണ്? ഖിസ്തിന്റെ മറ്റൊരു പദമാണല്ലോ അതില്. ഖിസ്ത് പറയുമ്പം അതില്. അപ്പോ ഉള്ളിൽ ഹക്ക എന്ന് പറഞ്ഞാൽ ഹക്ക ഇതെല്ലാം വിളിച്ചു പറയാന്നല്ല എന്റെ അർത്ഥം. ഉള്ളിൽ ഹക്ക വൈകാന മുറൻ, ഇപ്പോഴതാണെങ്കിൽ സത്യം പറയുക എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റൊരാളോട് പറയേണ്ട കാര്യമില്ല. പക്ഷെ അയാളോട് പറയേണ്ടി വന്നാൽ
വേറൊരാളോട് പറയേണ്ടി വന്നാൽ പറയുന്നത് സത്യമേ ആയിരിക്കാവൂ. അപ്പോൾ നമ്മളെ കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സ് ഉണ്ടാവും. നമ്മൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങൾ വേറൊരാളോട് പറയേണ്ട നിർബന്ധമൊന്നുമില്ല, പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അവിടെയും എന്ത് ചെയ്യണം? അതിന് പാലിക്കണം. അതേസമയം മറ്റുള്ളവരുടെ കാര്യം നമ്മൾ പറഞ്ഞു നടക്കേണ്ട കാര്യവുമില്ല. നമ്മളെ കാര്യവും പറഞ്ഞു നടക്കാൻ പാടില്ല, മറ്റുള്ളവരുടെ കാര്യവും പറഞ്ഞു നടക്കാൻ പാടില്ല. ചില കാര്യങ്ങൾ നെമീമത്താകും. പറയുമ്പോഴത്തേക്ക് നമ്മൾ പൊടിപ്പും തൊങ്ങലും അതിന്റെ കൂടെ ചേർക്കേണ്ടി വരും. നമ്മൾ ഒരാളോടൊരു കാര്യം വേറൊരാൾ പറയും, ആ അങ്ങനെയാണോ, ആ പിന്നെ അല്ലാതെ ആരെന്ന് വിചാരിച്ചെങ്കിൽ ഇപ്പൊ എന്തായി? അതിൽ പൊടിപ്പും തൊങ്ങലുമായി. അയാൾ പറഞ്ഞ കാര്യം ശരിയായിരിക്കും, പക്ഷെ നമ്മൾ ആഹാന്ന് ചോദിച്ചതോടുകൂടി എന്തായി? അപ്പൊ അതിനെ കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടി. അപ്പൊ എന്തായി? അത് നെമീമത്ത് എന്ന് പറയും. നെമീമത്ത് എന്താണ്? അത് പരദൂഷണം പോലെ ഒരു സംഭവമാണ് നെമീമത്ത്. പരദൂഷണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ കുറവ് അയാളുടെ അഭാവത്തിൽ പറയുന്നതാണ്. നെമീമത്ത് എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം പൊടിപ്പും തങ്ങലും വെച്ച് പറയുന്നതാണ് നെമീമത്ത്. രണ്ടും എന്താണ്? ഈ രണ്ടും പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ പറയേണ്ടി വന്നാൽ പറയുക, അതിന് പാലിക്കുക. അതെന്തായിരുന്നു? ഒരിക്കലും നെമീമത്താകാൻ പാടില്ല. നെമീമത്ത് എന്താ? നെമ എന്നു എന്ന് പറഞ്ഞാൽ നെമ വളർന്നു. നെമ എന്നു എന്ന് പറഞ്ഞാൽ വളർന്നു. അപ്പൊ നെമീമത്താകാൻ, ഒന്നിനെ വളർത്തുന്നതാകാൻ പാടില്ല. അതിനെ പറഞ്ഞതിന്റെ ലവലേശവും എന്ത് ചെയ്യാൻ പാടില്ല. അതിന്റെ തീവ്രതയോ അതേപോലെ അതിന്റെ തീവ്രത കൂട്ടാൻ പാടില്ല. അതേപോലെ അത് പറഞ്ഞതിനോടൊപ്പം വേറെ ചില വാക്കുകൾ കൂടി ചേർത്തും പറയാൻ പാടില്ല. അതേപോലെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തത് അയാളുടെ അഭാവത്തിൽ പറയാൻ പാടില്ല. അയാളുടെ സാന്നിധ്യത്തിൽ പോലും പറയുന്നത് അയാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പാടില്ല. ഇനി ഒലവുക്കാൻ ഇതാ കുർബ. നമ്മൾ വിചാരിക്കും മോന്റെ കാര്യമില്ല, അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠന്റെ കാര്യമില്ല, കുഴപ്പമില്ല, എന്റെ ഭാര്യയുടെ കാര്യമില്ല, കുഴപ്പമില്ല, അല്ലെങ്കിൽ പറഞ്ഞത് എന്റെ ബന്ധുവിനെ കുറിച്ചാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയല്ല, എല്ലാത്തിലും കുർബ എന്ന് പറഞ്ഞാൽ കറുബയുടെ ക്രിയാധാതുവാണ് കുർബ. ഖറാബത്ത് എന്നും പറയാം, കുർബ എന്നും പറയാം, സാമീപ്യം. കുർബ. അപ്പം സാമീപ്യമുള്ള എന്ന് പറഞ്ഞാൽ ബന്ധുത്വമുള്ള, നമ്മൾ ഇംഗ്ലീഷിലെ റിലേഷൻ എന്നല്ലേ പറയുന്നത്, റിലേഷൻ. അപ്പം ആ ബന്ധുത്വമുള്ള, ലൗക്കാന കുർബ, ബന്ധുത്വമുള്ളവന്റെ കാര്യമാണെങ്കിൽ പോലും. അപ്പോ അവിടെ ബന്ധുത്വമുള്ളവന്റെ കാര്യമാണ് എന്ന് ഒറ്റ നിരുപാധികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, നെഗറ്റീവ് ആണെങ്കിലും അവിടെ എല്ലാം നീതി പാലിക്കണം. ചിലപ്പോൾ നമ്മൾ അയാൾക്ക് കുറച്ച് കൂടുതൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചെന്ത് ചെയ്യും? അയാളെ വശം നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയും. അപ്പൊ എന്തായി? അങ്ങനെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് ചായുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതേപോലെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവന്റെ കുറ്റം നമ്മൾ എന്ത് ചെയ്യും? അയാളോട് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവന്റെ കുറ്റം വേറൊരാളോട് പറയും. അപ്പൊ വേറെ ആൾ, കേട്ട ആള് ചിലപ്പോ അത് പോസിറ്റീവായിട്ട് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിരിക്കില്ല അതിനെടുത്തിട്ടുണ്ടാവുക. അപ്പൊ അവിടെ എല്ലാം നമ്മൾ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സംസാരം എന്ന് പറഞ്ഞാൽ നാവ് മുഖേനയല്ലയോ നരകത്തിൽ പ്രവേശിക്കുന്നത് എന്ന്, അധികം ആളുകളും നരകത്തിൽ പ്രവേശിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവ് സൂക്ഷിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. അവന് രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞതിൽ ഒന്നെന്താ? രണ്ട് കാര്യങ്ങൾ കുറിച്ച് നിങ്ങൾ ഗ്യാരണ്ടി തരികയാണെങ്കിൽ അവന് സ്വർഗം ലഭിക്കുമെന്ന് ഗ്യാരണ്ടി തരാം. അതിലൊന്ന് ഇതാണ്, നാവാണ്. നാവ് സൂക്ഷിച്ചാൽ സ്വർഗം കിട്ടുന്നത്. അപ്പൊ ഇതാ കുൾത്തും ഫഅദിലു എന്ന് പറഞ്ഞത് വളരെ വിശാലതയുള്ള ഒരു സംഭവമാണ്. ഇതാ കുർബ. അപ്പൊ ബന്ധുവിന്റെ കാര്യമാണെങ്കിൽ പോലും പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ, അത് പറയുമ്പോൾ സന്തുലിതത്വം പാലിക്കുക, മിതത്വം പാലിക്കുക. വബി അഹിദില്ലാഹി ഔഫു, അടുത്ത ഓർഡറാണ്. വബി അഹിദില്ലാഹി ഔഫു. അഹിദില്ല, അള്ളാന്റെ കരാർ. അള്ളാന്റെ കരാർ എന്ന് പറഞ്ഞാൽ അള്ളയോട് ചെയ്ത കരാർ. അള്ളയോടെന്നും നമ്മൾ കരാർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പ്രാവശ്യം കരാർ ചെയ്യുന്നു. നിർബന്ധമായിട്ടും 17 പ്രാവശ്യം പറയണമെന്നാണ്,
അതല്ലാതെയും എന്ത് ചെയ്യുന്നുണ്ട്? 17 പ്രാവശ്യം മാത്രമല്ല, നമ്മൾ നമസ്കരിച്ച് തീരുമ്പോൾ ഷഹാദത്തിലുണ്ട്, പ്രതിജ്ഞയുണ്ട്. അഷ്ഹദു എന്ന് പറയുന്നത് പ്രതിജ്ഞയാണല്ലോ, അജ്ജഹത്തു എന്ന് പറയുന്നത് പ്രതിജ്ഞയാണ്. അതേപോലെ എന്തെല്ലാം ദ്വാകൾ നമ്മൾ പറയുന്നു അതെല്ലാം പ്രതിജ്ഞയാണ്. ഇയ്യാക്ക നഅ്ബുദു എന്ന് പറയുന്നത് പ്രതിജ്ഞയാണ്. അതേപോലെ അത്തഹയ്യാത്തു ലില്ലാഹ് എന്നൊക്കെ പറയുന്നു, അതും പ്രതിജ്ഞയല്ലേ. ഇങ്ങനെ നമുക്ക് പിന്നെ ബാക്കിയുള്ളവരെല്ലാം എല്ലാ അഭിവാദ്യങ്ങളും അള്ളാഹ്ക്കാണെന്ന് പറഞ്ഞ ശേഷം പിന്നെ ബാക്കിയുള്ളവരെല്ലാം നമ്മൾ അഭിവാദ്യം ചെയ്യുന്നത് എന്താ? അപ്പൊ അള്ളാഹ് അനുവദിച്ച രീതിയിൽ മാത്രമേ അവരെയൊക്കെ അഭിവാദ്യം ചെയ്യാവൂ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഓരോ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആലോചിച്ചു നോക്കും. അള്ളയോട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഈ അള്ളയോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ടാവും, നമ്മൾ ഊന്നി പറഞ്ഞ കാര്യങ്ങളുണ്ടാകും. അതേപോലെ സ്വാഭാവികമായും നമുക്ക് അള്ളാഹയോടുള്ള കരാർ എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടാകും. സ്വാഭാവികമായും അള്ളയോട് നാം നിർവഹിക്കേണ്ട ബാധ്യതകളുണ്ടാവും. അതും ഈ കരാറിൽ പെട്ടതാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നതോട് കൂടി നമുക്ക് എന്തായി തീർന്നു? നമസ്കാരം നിർബന്ധമായി, നോമ്പ് നിർബന്ധമായി, ഹജ്ജ് നിർബന്ധമായി, ഇതെല്ലാം നിർബന്ധമായില്ലേ? അപ്പൊ അതെന്താണ്? ആ കരാർ മുഖേന ഉണ്ടാകുന്ന ബാക്കി കാര്യങ്ങളാണ്. ഞാൻ നിസ്കരിച്ചോളാം എന്ന് പറയുന്നില്ല നമ്മൾ ആദ്യം, ഞാൻ നോമ്പെടുത്തോളാം എന്ന് പറയുന്നില്ല. പക്ഷേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോട് കൂടി ബാക്കി എല്ലാ കാര്യങ്ങളും അത് നിർബന്ധമായി. അപ്പൊ അതോടുകൂടി വരുന്ന എല്ലാ സംഗതിയും ഇതിനകത്ത് വരും. അത് പണ്ഡിതന്മാർ അതിന് ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ചെയ്യുന്നതും വാക്കാൽ പ്രതിജ്ഞ ചെയ്യുന്നതും അല്ലാതെ സ്വാഭാവികമായും നമ്മിലേക്ക് വന്നു ചേരുന്ന ഉത്തരവാദിത്വവും അതിൽപ്പെടും. അതേപോലെ അഹിദില്ലാഹി ഔഫു എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന വാഗ്ദാനങ്ങൾ, പ്രതിജ്ഞകൾ, സത്യങ്ങൾ, ഇതെല്ലാം അതിൽ വരും. ഇതെല്ലാം അഹിദില്ലാഹിയാണ്. യാലിക്കും വസ്സാക്കും ബിഹി, പിന്നെ പറഞ്ഞു ഇത് നിങ്ങളോട് ശക്തിയായി ആവർത്തിച്ച് കൽപ്പിക്കുന്നു. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മിച്ച് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി. നേരത്തെ പറഞ്ഞാണ് അന്ന ഹാദാ സിറാത്തി. ഇപ്പൊ ഇത്രയും പറഞ്ഞത് 9 കാര്യങ്ങളുണ്ട്, നിങ്ങൾ എണ്ണി നോക്കണം കേട്ടോ. 10ാമത്തെ കാര്യം ഇതാണ്. അന്ന ഹാദാ സിറാത്തി, ഇതാണ് സിറാത്ത്, എന്റെ മാർഗം. സിറാത്തി, എന്റെ മാർഗം. മുസ്തഖീമൻ, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട്. നിങ്ങൾ എല്ലാ ദിവസവും ചോദിക്കുന്നില്ലേ? ചോദിച്ചുകൊണ്ടിരിക്കുന്ന യഹ്ദിന അസ്സിറാത്ത അൽ മുസ്തഖീം എന്ന് ചോദിക്കുന്നു. അപ്പൊ അസ്സിറാത്ത് അൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ, ആ നിശ്ചിതമായ നേരായ സ്ട്രൈറ്റ് ആയ മാർഗം, എന്താ പറയാ, ബ്രോഡ് വേ. ആ ബ്രോഡ് വേ ഏതാണ്? അല്ലെങ്കിൽ ഹൈവേ ഏതാണ്? സിറാത്തി മുസ്തഖീം, ഇതാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കാണിച്ചു തരാൻ പറയും. ഇതാണ് അത്. അപ്പൊ സിറാത്തുൽ മുസ്തഖീം എന്നതിനെ 1 2 3 4 5 6 7 8 9 10 ആയിട്ട് നമുക്ക് എണ്ണി പറയാൻ പറ്റും. ഇതിന്റെ കൂടെ വേറെയും കൂട്ടാം, കാരണം ഖുർആനിൽ പറഞ്ഞതെല്ലാം അതിൽപ്പെട്ടതാണ്. പക്ഷെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് 9 10 എണ്ണം പറയുന്നുണ്ട്. 9 10 എന്ന് പറഞ്ഞാൽ 9 എണ്ണം കൽപ്പനയായിട്ട് പറഞ്ഞു. പിന്നീട് എന്താ പറഞ്ഞത്? സിറാത്തി മുസ്തഖീം, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ഫത്തബിഉഹു, ഫോളോ ദാറ്റ്, അതിനെ പിന്തുടരുക എന്ന് പറഞ്ഞിട്ട് 10ാമത്തെ കൽപ്പന. പിൻപറ്റി, അതിനെ പിൻപറ്റുക. അതിനെ പിൻപറ്റുക എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് 2ാമത് പറയും. ലാ തത്തബിഉ സുബുൽ, പിന്നെ എന്ത് ചെയ്യരുത്? മാർഗങ്ങൾ പിന്തുടരുത്. ഇതാണ് സിറാത്തി മുസ്തഖീം. അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ്? ദാറ്റ് ഈസ് ഓൺലി വൺ. അത് യുണീക്ക്നെസ്സിനെ കൂടെ സൂചിപ്പിക്കുന്ന അല്ല. അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നതിനെ കൂടെ സൂചിപ്പിക്കുന്ന അല്ല. അസ്സിറാത്തുൽ മുസ്തഖീം, ഇതാണ് അത് എന്ന് പറഞ്ഞിട്ട് പറയാം ഇതിനെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, അപ്പൊ നിങ്ങൾ ആ ഒന്നല്ലാത്തതിനെ പിന്തുടർന്നാൽ എന്താവും? പലതാവും. അപ്പൊ ഒന്നിലധികം മാർഗങ്ങളെ പിന്തുടരുക. അപ്പൊ സിറാത്തിന്റെ പര്യായപദമായിട്ട് സബീൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ത്വരീഖും ഉപയോഗിച്ചിട്ടുണ്ട്. സിറാത്ത്, ത്വരീഖ്, സബീല്, ഇതെല്ലാം പര്യായപദങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്.
വലാ തത്തബിഉ സുബുൽ, വ്യത്യസ്ത മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരുന്നു. അപ്പൊ ഇതല്ലാത്ത ഒരു മാർഗം കൂടെ പിന്തുടർന്നാൽ എന്തായി? അത് ജംആൻ, അല്ലേ? അല്ല, ഒന്നിലധികമായി. അപ്പൊ അങ്ങനെയുള്ള ഒന്നിലധികം മാർഗങ്ങളെ പിന്തുടർന്നാൽ എന്താവും? നമ്മൾ പറയും 2 തവണ കാല് വയ്ക്കാൻ. 2 തവണ കാല് വെച്ചാൽ അവൻ കൊളാപ്സ് ആയിരിക്കും, ഫെയിലിയർ ആയിരിക്കും. അപ്പൊ എന്ത് വരും? തഫറഖ ബിക്കും. അപ്പൊ എന്തായി? നിങ്ങളെയും കൊണ്ട് അത് ചേർന്നു പോകും. അൻസബീലിഹി, അവന്റെ മാർഗത്തിൽ നിന്നും. അവന്റെ മാർഗത്തിൽ നിന്നും നിങ്ങൾ വ്യതിചലിച്ചു പോകും. ആ സബീലിൽ നിന്നും നിങ്ങൾ വ്യതിചലിച്ചു പോകും. അപ്പോ നമ്മള് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കുമ്പോൾ വരുന്ന ഓരോ കൽപ്പനകളും നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് പിന്നെ വേറെ എവിടെയും പോകേണ്ടി വരില്ല. ഇത് നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത് എന്ന് അവതരിപ്പിച്ചതാണ്? 571 അല്ലേ? അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ അവതരിച്ചതാണ്. 71 കൂടെ പിന്നെ 40 കൂടെ കൊടുക്കാം, എന്തായി? 610. അപ്പം ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇത് അവതരിക്കുന്നത്. ആ സമയത്ത് വേറെ ഒരു ഭരണഘടനകളും ഇല്ല. അതിനുശേഷം കുറെ ഭരണഘടനകൾ ഉണ്ടായി. ആ ഭരണഘടന എടുത്തു നോക്കാം. ആ ഭരണഘടനകൾ, പിന്നീടുണ്ടായ ഭരണഘടന, ഇപ്പോൾ പുരോഗതിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ChatGPT ചോദിച്ചു. ഇതേപോലെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പോലെ കൽപ്പനകൾ, അതിന്റെ ഓർഡേഴ്സ് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായി ഏതെങ്കിലും ഭരണഘടനയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല സംഭവം. ബാക്കിയെല്ലാം അഡ്വൈസസും അല്ലെങ്കിൽ അതുപോലെ കുറെ റൈറ്റ്സ് ഇതൊക്കെ പറയുന്നതേ ഉള്ളൂ. ഒരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു വ്യക്തി ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്കും അയാളുടെ കുടുംബ ജീവിതത്തിൽ നെക്സ്റ്റ് വന്നിട്ട് സ്പോസ് എന്ന നിലയ്ക്കും വിവിധ പങ്കാളികൾ എന്ന നിലയ്ക്കും പിന്നീട് അതിൽ നിന്നും ഉണ്ടാകുന്ന മക്കൾ വരുമ്പം മാതാപിതാക്കൾക്ക് മക്കളുള്ള ബാധ്യത, മക്കൾക്ക് മാതാപിതാക്കളുള്ള ബാധ്യത, ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള ബാധ്യത, ഭർത്താവിനും ഭാര്യയോടുള്ള ബാധ്യത, പിന്നെ കുടുംബ ബന്ധുക്കൾ തമ്മിലുള്ള ബാധ്യത, പിന്നെ അയാൾ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അയൽവാസിയോടുള്ള ബാധ്യത, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സമൂഹത്തോടുള്ള ബാധ്യത. ഇങ്ങനെ പരസ്പര ബാധ്യതകൾ, പിന്നെ ബാധ്യതകൾ പറയുന്നതോടൊപ്പം തന്നെ അവകാശങ്ങളും പറയും. ഓരോരുത്തരുടെയും ബാധ്യതയും അയാളുടെ അവകാശവും അയാൾക്ക് മറ്റേയാളിൽ നിന്ന് കിട്ടേണ്ടത്. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബാധ്യത പറയുമ്പോൾ ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട അവകാശം, മക്കൾക്ക് മാതാപിതാക്കളുള്ള ബാധ്യത പറയുമ്പോൾ മാതാപിതാക്കളിൽ നിന്നും മക്കൾ കിട്ടേണ്ട അവകാശങ്ങൾ എല്ലാം കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് തന്നെയാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? നിങ്ങൾ മോർ ദാൻ വണ്ണിലേക്ക് പോകരുത്, വ്യത്യസ്ത മാർഗങ്ങളിലേക്ക് പോകരുത്. അങ്ങനെയാണെങ്കിൽ അവന്റെ സിറാത്തിൽ നിന്നും നിങ്ങൾ വ്യതിചലിച്ചു. അപ്പൊ നിങ്ങൾ എല്ലാ സിറാത്ത് ചോദിച്ചിട്ടിരിക്കുന്നുണ്ട്, ആ സിറാത്തിൽ നിന്നും വ്യതിചലിക്കും. അതിന് സബീലിക എന്ന് പറഞ്ഞാൽ സിറാത്ത് തന്നെയാണ്. അവന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോകും. ജാലിക്കും മസ്വാക്കും ബിഹി, ഒന്നുകൂടി ആവർത്തിച്ച് ഊന്നി ഉറപ്പിച്ച് പറയുകയാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ പേടിച്ച് ജീവിക്കുന്നതിന്, തഖ്വയോടുകൂടി ജീവിക്കുന്നതിന്. അതിന് മുമ്പ് ചിന്തയും ബോധവുമൊക്കെയാണ് പറഞ്ഞത്. അവസാനമായിട്ട് പറഞ്ഞു ഇതെല്ലാം ഉണ്ടെങ്കിലേ നിങ്ങൾ ദൈവത്തെ പേടിച്ച് ജീവിക്കുള്ളൂ. സുമ്മ ആതൈനാ മൂസൽ കിതാബ, പിന്നീട് പറയാനുള്ളത് ആതൈനാ മൂസൽ കിതാബ. സുമ്മ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മറിച്ചതിന് ശേഷം എന്നല്ല പറയാം. പിന്നീട് ആതൈനാ മൂസൽ കിതാബ, മൂസക്ക് നാം കിതാബ് നൽകിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഗിവൺ, നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ? തമാമൻ, കംപ്ലീറ്റ് ആയിട്ട്. അലല്ലദീ അഹ്സന, ഏറ്റവും നല്ലതായ കാര്യങ്ങൾ നൽകുന്നതിനും, ഉത്തമമായ കാര്യങ്ങൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ നൽകുന്നതിന് ഉത്തമമായ രീതിയിൽ. തഫ്സീലൻ, ഫസ്സല യുഫസ്സിലു, വിശദീകരിച്ചു. നമ്മൾ ഹംദിൽ പറയുമല്ലോ തിബിയാനും തഫ്സീലൻ, പിന്നെന്താ പറയുന്നത്? ലികുല്ലി ഷൈഇൻ വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ എന്ന് പറയും. വഹുദൻ ലിൽ
ബുഷ്റാലിൽ മുസ്ലിമീൻ എന്ന് വേറെ സ്ഥലത്ത് പറയുന്നത്. ഇവിടെ എന്താ? ഹുദൻ വറഹ്മതൻ. അപ്പൊ എന്താണ്? തഫ്സീലാണ്. തഫ്സീൽ ഏതാണ്? ബഅദല്ല, ശരി, എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യമല്ല വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഭരണഘടനയുടെ പ്രത്യേകത. നമ്മൾ ഈ ഭരണഘടന കയ്യിൽ വെച്ചിട്ടാണ് ഇതവിടെ മടക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പച്ച ബാൻഡൊക്കെ ഇട്ടിട്ട് മനോഹരമായ പട്ടിന് പോലുള്ള ഷെൽഫിനകത്ത് ചെയ്യും. വേണമെങ്കിൽ അതിന്റെ ഏറ്റവും ടോപ്പിൽ വെക്കാവൂ, അതിന്റെ മുകളിൽ വിറന്ന് വെക്കാൻ പറഞ്ഞാൽ മതി. ഇവിടെ ഓഫീസിൽ ഒരാളുണ്ട്, നീ വന്നിട്ട് അലമാരയിൽ ഒരു മുസാബ് വെച്ചിട്ടുണ്ട്. അവിടെ ലൈബ്രറിയിൽ ഒരു മുസാബ് ഉണ്ട്. അപ്പം ഒരാൾ വന്നിട്ട് പറയും, അയാള് എല്ലാവരും നമസ്കരിക്കാൻ പോയാലും അയാൾ നമസ്കരിക്കാൻ പോകില്ല. പക്ഷെ അയാള് ഓഫീസിൽ പോയിട്ട് പറയും, നീ ഇവിടെ വെക്കുന്നത് ഏറ്റവും ടോപ്പിൽ വെക്കാവണം. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മൾ 3ാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ ഓഫീസുള്ളത്, 4ാമത്തെ ഫ്ലോറിൽ വേറെ കുറെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവർ കാല് താഴെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ കൊണ്ട് വെക്കേണ്ടി വരും. പിന്നെ അപ്പൊ അങ്ങനെ ഉയർത്തി വെക്കുക അല്ല സംഭവം. മറിച്ച് എന്താണ് ഇത്? അങ്ങനെ തന്നെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുള്ളതാണ്. തിബിയാന് തഫ്സീൽ, 2 വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. എന്ത്? ബാദ് അല്ല, മറിച്ച് എന്താണ്? കൂലശൽ, എല്ലാ കാര്യങ്ങളും. ഇതിന് പിന്നെ പറഞ്ഞു ഹുദൻ വറഹ്മ. ഹുദയാണ് എല്ലാ ശരിയായ രീതിയിലുള്ള മാർഗദർശനമാണ്. ഈ മാർഗദർശനം എന്നത് റഹ്മത്താണ്. ഇത് റഹ്മത്താണ്. മഴ വർഷിച്ച സമയത്ത് എന്താ പറഞ്ഞത്? മഴയെ കുറിച്ചിട്ട് അത് റഹ്മത്താണെന്ന് പറഞ്ഞു. ലോകത്തുള്ള പ്രാപഞ്ചികമായ സംഗതികളെല്ലാം റഹ്മത്താണ്, അല്ലേ? ആ റഹ്മത്ത് എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വേണ്ടി കൊടുക്കുകയാണല്ലോ. ഇവിടെയുള്ള സസ്യലതാദികൾക്കും ജീവജാലങ്ങൾക്കും മനുഷ്യന്മാർക്കും എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത്. അതേപോലെ മനുഷ്യന്മാർക്ക് അള്ളാഹ് എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്? റഹ്മത്തായിക്കൊണ്ട് ഈ പറഞ്ഞ വസ്തുനിഷ്ഠമായ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലഅല്ലഹും ബിലിഖാഇ റബ്ബിഹിം യുഅ്മിനൂൻ. അവരായിത്തീരുന്നതിന് വേണ്ടി ബിലിഖാഇ റബ്ബിഹിം. ലിഖാഇന്റെ മാവി എന്താണ്? ലാഖ വരുമ്പോഴത്തേക്ക് എത്ര അക്ഷരമുള്ളൂ? ലാഖ വരുമ്പോ ലഖിയ. ലഖിയ യൽഖാ. ലിഖാ. ലഖാ. ബിലിഖാഇ റബ്ബിഹിം, റബ്ബിനെ കണ്ടുമുട്ടുന്ന, അവരുടെ റബ്ബിന്റെ കണ്ടുമുട്ടൽ എന്ന് പറഞ്ഞാൽ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് യുഅ്മിനൂൻ, വിശ്വസിക്കുന്നതിന് വേണ്ടി. ഈ കാര്യങ്ങളെല്ലാം ബോധപൂർവം ചിന്തിച്ച് അത് ബോധപൂർവം ഉൾക്കൊണ്ടാൽ ഇത്രയും വലിയ സംഭവം നൽകിയിരിക്കുകയാണ്. ആ നൽകി സൂറത്ത് ബഖറയിൽ എന്താ പറഞ്ഞത്? ഇത് തന്നെ അല്ല, ഇത് തന്നെയാണ്. ബഖറയില് സൗബിന്റെ ആയത്ത് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? റമദാൻ الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. ഹുദയാണ്, ബയ്യിനാത്താണ്. ബയ്യിനാത്ത് മിനൽ ഹുദ വൽ ഫുർഖാൻ. ഹുദൻ ലിന്നാസ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു ഹുദൻ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദ. ഹുദയെ വിശകലനം ചെയ്ത് വ്യക്തമാക്കി തരുന്നതാണ്. പിന്നെ എന്ത് ചെയ്തു? ഫുർഖാനുമാണ്. ഈ ഫുർഖാനാണ് മനുഷ്യന്മാര് അറിയാത്തത്. ഇത് സത്യമാണോ നീതിയാണോ, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നതിനുള്ള ഉരകല്ല്, മെഷർമെന്റ് സ്കെയില് നോക്കാനുള്ള സംഭവം. അപ്പൊ ഇത്രയും കൃത്യമായി തന്നിരിക്കെ ശരിയാണ്, അവനെ നമ്മൾ കണ്ടുമുട്ടുമെന്ന് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ലഅല്ലഹും ബിലിഖാഇ റബ്ബിഹിം യുഅ്മിനൂൻ. അതിന് വിശ്വസിക്കുന്നതിന് വേണ്ടി. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഗ്രന്ഥം എന്തായിരിക്കും? അനുഗ്രഹീതമായിരിക്കും. നേരത്തെ റഹ്മത്ത് എന്ന് പറഞ്ഞു, ഒരു അനുഗ്രഹമായിക്കൊണ്ടാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. നമ്മൾ പറയില്ല, നമ്മളെ ഭരണഘടന ഉണ്ടാക്കിയ നമ്മളെ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക് നമ്മൾ പറയും ഇന്ത്യൻ ഭരണഘടന ഭയങ്കര സംഭവമാണ്, അതുണ്ടാക്കിയ ആൾക്കാർ ഭയങ്കര സംഭവങ്ങളാണെന്ന്.
അത് വെള്ളക്കാരിൽ നിന്ന് കോപ്പി അടിച്ചതാണോ വേറെ ഏതെങ്കിലും തലയിൽ നിന്ന് കോപ്പി അടിച്ചതാണോ നമ്മൾ നോക്കുന്നില്ല. അത് ഭയങ്കര സംഭവമാണെന്ന് പറയും. അപ്പൊ അതിനേക്കാളും കൃത്യമായി അലംഘനീയമായ വസ്തുതകൾ നിരത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിരത്തി വെച്ചിട്ടുള്ള ലംഘിക്കാൻ പാടില്ലാത്ത മാറ്റത്തിരുത്തലുകൾക്ക് വിധേയം ആകേണ്ടതില്ലാത്ത നിയമങ്ങളാൽ നിയമസംഹിത നമുക്ക് തരുന്നത് എന്തായിരിക്കും? അത് ഒരു റഹ്മത്താണ്, മാത്രമല്ല ഒരു അനുഗ്രഹമാണ്, അനുഗ്രഹീതമാണ്. മുബാറക്കുൻ, അത് നമുക്കൊരു അനുഗ്രഹമാണ്. അള്ളാഹ് അനുഗ്രഹീതമായ സംഗതിയാണ് നൽകുന്നത്. അതുകൊണ്ട് ഈ അനുഗ്രഹീതമായ സംഗതിയെ എന്ത് ചെയ്യുക? അവനെ പേടിച്ച് ജീവിക്കുക. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. കരുണ ലഭിക്കുന്നത് ഇവിടെയും പരലോകത്തും ലഭിക്കും. വലവന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാവാത്, ആകാശത്തുനിന്നും ഭൂമിയിലെയും വൽ അർദ്, ആകാശത്തിലെയും ഭൂമിയിലെയും ബറകാത്ത് നാം അവർക്ക് തുറന്നു കൊടുക്കുന്നതാണ്. അപ്പം ലഅല്ലക്കും തുർഹമൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുണ ചെയ്യപ്പെടും. ഈ ലോകത്തും കരുണ ചെയ്യപ്പെടും, പരലോകത്തും കരുണ ചെയ്യും. അപ്പം അതിനാണ് റഹീം എന്ന് പറയും. റഹ്മാനും റഹീമുമാണ്. അൻ തഖൂലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിന്, നിങ്ങൾ പറയുമെന്നതിനാൽ, അല്ലെങ്കിൽ പറയാതിരിക്കുന്നതിന് വേണ്ടി എന്ന് പറയാം. അല്ലാ തഖൂലു എന്നും പറയാം. ഇന്നമാ ഉൻസില, ഇന്നമാ ഉൻസില കിതാബ് അലാ ത്വാഇഫതൈനി മിൻ ഖബ്ലിന, കിതാബ് ഇറക്കപ്പെട്ടിരിക്കുന്നത് അലാ ത്വാഇഫതൈനി മിൻ ഖബ്ലിന, ഞങ്ങൾക്ക് മുമ്പുള്ള രണ്ട് സമൂഹത്തിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ തൗറായും ഇഞ്ചിയൊക്കെ കൊടുത്തല്ലോ, നമുക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് നിങ്ങൾ പറയുമെന്നതിനാലും നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ഖുർആൻ ഇറക്കി തന്നിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി, എന്ത് പറയാതിരിക്കാൻ വേണ്ടി? ഇന്നമാ ഉൻസില അലാ കിതാബ് അലാ ത്വാഇഫതൈനി, ത്വാഇഫത്ത് എന്താണ്? വിഭാഗങ്ങൾ, മുമ്പുള്ള വിഭാഗങ്ങൾ. മീൻ കബില, ഞങ്ങൾക്ക് മുമ്പുള്ള വിഭാഗങ്ങൾ ത്വാഇഫതൈനി, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും കൊടുത്തിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടി വസ്തുനിഷ്ഠമായിട്ട് ഈ ഖുർആൻ ഇറങ്ങി തന്നിരുന്നു. തീർച്ചയായും ഞങ്ങൾ, തീർച്ചയായും ഇന്ന എന്നാണ് അവിടെ. കുന്ന അൻ ദിറാസത്തിഹിം, ഞങ്ങൾ അതിന്റെ പാഠങ്ങളിൽ നിന്ന്, ദിറാസത്ത് പഠനം, ദറസ യുദരിസു ദിറാസത്ത്, അന്തിറാസത്തിഹിം അതിന് അവരുടെ പാഠങ്ങളെ കുറിച്ച് ഗാഫിലിയും അശ്രദ്ധരാണ്, നമുക്കറിയില്ല. അതിലെ പാഠങ്ങളെ കുറിച്ച് നമുക്ക് അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇറക്കി തന്നിരിക്കുന്നത്. അന്തിറാസത്തിഹിം അവരുടെ പാഠങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പഠിപ്പിക്കൽ, അവർ പഠിച്ചതും പഠിപ്പിക്കുകയും ചെയ്തതൊന്നും നമുക്കറിയില്ലായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ് ഒഴികഴിവ് പറയാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്രയും വ്യക്തമായിട്ട് ഇറക്കി തന്നിരിക്കുന്നത്. ഔ തഖൂലു, അല്ലെങ്കിൽ നിങ്ങൾ പറയുമെന്നതിനാൽ, അല്ലെങ്കിൽ പറയാതിരിക്കുന്നതിന് വേണ്ടി. ലൗ അന്ന ഉൻസില അലൈനൽ കിതാബു, ലൗ അന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഉൻസില അലൈനൽ കിതാബു, ലൗ എന്ന് പറഞ്ഞാൽ എങ്കിൽ, ഉൻസില അലൈനൽ കിതാബ് ഞങ്ങളുടെ മേൽ കിതാബ് അവതരിച്ചിരുന്നുവെങ്കിൽ, അവതരിക്കപ്പെട്ടുവെങ്കിൽ, ലകുന്ന തീർച്ചയായിട്ടും ഞങ്ങളാകുമായിരുന്നു അഹ്ദ. അഹ്ദ പറഞ്ഞ എന്താണ്? ഹാദിന്റെ ആണ് അഹ്ദ. ഹാദിൻ നേർവഴി സിദ്ധിച്ചവൻ, അഹ്ദ ഏറ്റവും സന്മാർഗം സിദ്ധിച്ചവൻ, അക്ബർ
മിൻഹും അവരെക്കാളും സന്മാർഗം പ്രാപിച്ചവർ ഞങ്ങളാകുമായിരുന്നു, ഞങ്ങൾക്ക് കിതാബ് ഇറക്കി തന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് കിതാബ് ഇറക്കി തന്നിരുന്നത്. ഫഖദ് ജാഅക്കും ബയ്യിനത്തുൻ, അതാ ഇതാ വന്നിരിക്കുന്നു. ഫഖദ് ജാഅക്കും, തീർച്ചയായും നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ജാഅക്കും, ജാഅക്ക് മഫ്ഊലുൻ ബിഹി വേണ്ട, പക്ഷെ ജാഅക്ക് മഫ്ഊലുൻ ബിഹി വന്നാൽ എന്തായി? അവരുടെ അടുത്ത് വന്നു. കും എന്നാൽ നിങ്ങളുടെ അടുത്ത് വന്നു. ജാഅക്കും, നിങ്ങളുടെ അടുക്കൽ വന്നു. ബയ്യിനത്തുൻ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തം. റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന്, നിങ്ങളുടെ കാലത്തും ഭാര്യയും മുസവ്വറുമായവൻ ആരാണോ, നിങ്ങളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരാണോ അവൻ, നിങ്ങൾക്ക് ശരിയായ പരിപാലനം നൽകിക്കൊണ്ടിരിക്കുന്നവൻ ആരാണോ അവനിൽ നിന്നും നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നു ബയ്യന തോന്നി. നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥത്തെ അല്ല, ഭരണഘടനയല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. മറിച്ച് എന്താണ്? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ പറഞ്ഞ വസ്തുനിഷ്ഠമായ ഈ തത്വങ്ങൾ അല്ലെങ്കിൽ ഈ നിയമനിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഈ ഗ്രന്ഥം നിങ്ങളുടെ റബ്ബ് ആരാണോ അവൻ, റബ്ബായിട്ട് പറഞ്ഞാൽ പരിപാലിച്ചു, സംരക്ഷിച്ചു, ഒരേ സമയത്ത് ഓരോ സമയത്തും ആവശ്യമായ സംഗതികൾ യഥാസമയത്ത് യഥാവിധി നൽകുന്നവനാണ് റബ്ബ് എന്ന് പറയുന്നത്. ഓരോന്നിനും, അത് സസ്യമാണെങ്കിലും ജീവജാലങ്ങളാണെങ്കിലും മനുഷ്യനാണെങ്കിലും ആരാണെങ്കിലും അതിന് ഏതേത് സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതാത് സമയത്ത് അതാത് ആവശ്യമായ സംഗതികൾ കൊടുക്കുന്നവനാണ് റബ്ബ്. അതിനെ ആവശ്യമായ നിലയിൽ പോറ്റി വളർത്തി പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ, ഒന്നും ഏറ്റക്കുറവുകളില്ലാതെ നൽകിക്കൊണ്ടിരിക്കുന്നവൻ, ഒന്നിനും അധികവും നൽകുന്നില്ല കുറവും നൽകുന്നില്ല, യഥോചിതം നൽകിക്കൊണ്ടിരിക്കുന്നവനാണ് റബ്ബ്. അപ്പൊ അങ്ങനെ യഥോചിതം, ഓരോന്നിനും യഥോചിതം നൽകിക്കൊണ്ടിരിക്കുന്നവൻ ആരാണോ അവനാണ് നിങ്ങൾക്ക് ഈ നിയമനിർദ്ദേശങ്ങൾ തന്നിരിക്കുന്നത്. അപ്പൊ ആ റബ്ബിൽ നിന്നും നിങ്ങൾക്ക് ഇതാ സുവ്യക്തമായ കാര്യങ്ങൾ വന്നിരിക്കുന്നു. പിന്നെ അത് ഹുദയാണ്, റഹ്മത്താണ്, വീണ്ടും ആവർത്തി. ഫമൻ അദ്ലം, ഇത്രയും വ്യക്തമായി പറഞ്ഞ ശേഷമാണ് ചിന്തിക്കാൻ പറഞ്ഞത്. മൻ അദ്ലം, ഏറ്റവും വലിയ അക്രമി ആരാണുള്ളത്? മിമ്മൻ കസ്സബ ബി ആയാത്തില്ല, അള്ളാന്റെ ഈ പറഞ്ഞ സൂക്തങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ, തെളിവുകളെ, ആയാത്തുകളെല്ലാം പ്രസക്തമാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു. ഇത്തരം തെളിവുകളെയും ദൃഷ്ടാന്തങ്ങളെയും സൂക്തങ്ങളെയും കസ്സബ, കളവാക്കുന്നതിനേക്കാൾ അക്രമി വേറെ ആരാളുള്ളത്? സ്വദഫ അൻഹ, സ്വദഫ എന്ന് പറഞ്ഞാൽ എന്തായി? സ്വദഫ വ്യതിചലിച്ചു. ആ അതെ, പിരിഞ്ഞുപോയി, പിരിഞ്ഞുപോയി, വ്യതിചലിച്ചു പോയി. അതിൽ നിന്നും തിരിഞ്ഞു പോവുകയും ചെയ്തതിനേക്കാൾ അക്രമി വേറെ ആരുള്ളത്? ഇത്രയും വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞല്ലോ, ഇതെല്ലാം മനുഷ്യന്മാർക്ക് ആവശ്യമുള്ളതാണ്, വേറെ ആർക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. റബ്ബാണ് തന്നിരിക്കുന്നത്. നിങ്ങളെപ്പോലൊരു മനുഷ്യനില്ല. നിങ്ങളെപ്പോലൊരു മനുഷ്യനാകുമ്പോൾ അയാൾക്ക് ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ വീക്ക്നെസ്സും ഉണ്ടാകും. ഒന്ന്, മനുഷ്യനുണ്ടാകുന്ന വീക്ക്നെസ് ഉണ്ടാകും, മനുഷ്യന് ദുർബലതയുണ്ടാകും. അതുകൊണ്ട് അവൻ ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. മറ്റൊന്ന്, അവൻ മനുഷ്യനാണ് എന്നതുകൊണ്ട് അവൻ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഒരു ഭാഗത്തേക്കുള്ള ഒരു ചായ്വുണ്ടാകാം. ഒരാളോടുള്ള അപ്രോച്ച്, അറ്റാച്ച്മെന്റ്, എന്താ പറയാ, നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അപ്പൊ അയാൾക്ക് എന്താണ്? അയാളുടെ നിലപാട് സ്വാഭാവികമായിട്ടും പക്ഷാഭേദം ഉള്ളതായിരിക്കും, പക്ഷാഭേദത്തിൽ നിന്നും മുക്തമായിരിക്കുകയില്ല. അതേപോലെ അയാൾ ഏത് വർഗത്തെ പ്രതിനിധീകരിക്കുന്നോ ആ വർഗത്തോട് സ്വാഭാവികമായും ചാഞ്ഞിട്ടുള്ളതായിരിക്കും. അയാൾ തൊഴിലാളി വർഗമാണെങ്കിൽ തൊഴിലാളി വർഗത്തോട് ചാഞ്ഞിട്ടുള്ളതാകും. അയാൾ മുതലാളി വർഗമാണെങ്കിൽ മുതലാളി വർഗത്തോട് ചാഞ്ഞിട്ടുള്ളതാകും. അയാൾ കറുത്തവനാണെങ്കിൽ കറുത്തവനോട് ചാഞ്ഞിട്ടുള്ളതാകും. അയാൾ വെളുത്തവനാണെങ്കിൽ വെളുത്തവനോട് ചാഞ്ഞിട്ടുണ്ടാകും. അയാൾ ഏത് നാട്ടുകാരനാണോ ആ നാട്ടിനോട് ചാഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഏത് പ്രദേശത്തുകാരനോ അയാളോട് ചാഞ്ഞിട്ടുണ്ടാകും. അപ്പോ സ്വതന്ത്രമായ ഒരു ഭരണഘടന അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ ഒരു ജീവിത വ്യവസ്ഥ സമർപ്പിക്കാൻ കഴിയുന്നത് റബ്ബിന് മാത്രമേ ഉള്ളൂ. കാരണം ഈ റബ്ബ് എന്ന് പറയുമ്പോൾ ആ റബ്ബിന് ഓരോന്നിന്റെയും ശരിയായ നിലപാട് അറിയാൻ പറ്റും. ഇപ്പോൾ എന്താണ് ആവശ്യം എന്ന് അറിയാൻ പറ്റും. അതാണ് റബ്ബ് എന്ന് എടുത്തു പറയാൻ കാരണം.
ഈ റബ്ബിൽ നിന്ന് ജാഅക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും, നിങ്ങൾ റബ്ബിൽ നിന്ന് ബയ്യിനത്ത് വന്നിരിക്കുന്നു. വൻ അത് നിന്ന് കസബ ബിആയാതിഹി വസദഖ, അതിനെ കളവാക്കുകയും അതിൽ നിന്ന് വ്യതിചലിച്ച് തിരിഞ്ഞു പോവുകയും ഇതിനേക്കാൾ വലിയ അക്രമം വേറെ ആരുണ്ട്? സനജ്സി അല്ലദീന യസ്ദിഫൂന അൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നവന് നാം പ്രതിഫലം നൽകും. അപ്പം നജ്സിയുടെ മഫ്ഊലും ബിഹി എന്താണ്? താഴെ മഫ്ഊൽ ബിഹി നോക്കല്ലേ? നജ്സി നാം പ്രതിഫലം നൽകും. അപ്പോൾ നഹ്നു ആണ് അതിന്റെ കർത്താവ്. കർമ്മം എവിടെയാണ്? അല്ലദീനയാണ്. അപ്പൊ അല്ലദീനയൊക്കെ വരുന്ന സമയത്ത് അല്ലദീ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് പ്രോനൗൺ. മൻ, അല്ലദീ, അല്ലദീന, അല്ലദീനയുടെ ബന്ധപ്പെട്ട മറ്റ് സംഗതികൾ റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് ഒരു മാ വരും. മിൻ ശർരി മാ ഖലഖ്. അപ്പൊ അതേപോലെ മാ ഒരു റിലേറ്റീവ് പ്രോനൗൺ ആയിട്ട് വരും. മാ, മൻ വരും, അല്ലദീ, അല്ലദീനയുടെ വകഭേദങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നോക്കണം അവിടെ ഫായിലായിട്ടാണോ വന്നിരിക്കുന്നത്, മഫ്ഊൽ ബിഹി ആയിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് നോക്കണം. അപ്പൊ നജ്സി അല്ലദീന ആർക്ക് നൽകും? അല്ലദീന യസ്ദിഫൂന, തിരിഞ്ഞു പോകുന്നവർക്ക് നാം പ്രതിഫലം നൽകും, കൂലി നൽകും. എവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നവർക്ക്? അൻ ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നും തിരിഞ്ഞു പോകുന്നവർ, നമ്മുടെ സൂക്തങ്ങളിൽ നിന്നും തെളിവുകളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും എന്തു കൊടുക്കും? സൂ അല്ലാതെ മോശമായ ശിക്ഷ, നിന്ദ്യമായ ശിക്ഷ കൊടുക്കും. എന്തുകൊണ്ട്? ബിമാക്കാനു യസ്ദിഫൂൻ, ഇത്രയും പറഞ്ഞതിന് ശേഷവും അതിൽ നിന്നും തിരിഞ്ഞു പോകുന്നത് കൊണ്ട്. ഓക്കെ, എല്ലാം ക്ലിയർ അല്ലേ? പത്ത് കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളത് എന്ന് എഴുതി എഴുതേണ്ട കാര്യമേ ഉള്ളൂ. നിങ്ങള് ChatGPT നോക്കുകയാണെങ്കിൽ സുഹൃത്തുക്കൾ എല്ലാം നമ്മൾ പറയാം, ഇന്ന് എന്റെ ക്ലാസ് ഉണ്ടായിരുന്നത് തദബ്ബുറുൽ ഖുർആനാണ്. എല്ലാം സുഹൃത്തുക്കൾ എല്ലാം 151 മുതൽ 153 വരെയുള്ളത് പറഞ്ഞാൽ അതിന്റെ 151 മുതൽ 153 വരെയുള്ള സൂക്തങ്ങൾ, അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ ചോദിക്കാം. മാഹിയ അഹമിയത്തു ഹാദിഹിൽ ആയാത്ത്, ഈ ആയത്തുകളുടെ പ്രത്യേകത, പ്രാധാന്യം എന്താണ്? അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് വേഴ്സസ്, ഈ ആയത്തുകളുടെ പ്രത്യേകത എന്താണ്, പ്രാധാന്യം എന്താണ് ചോദിച്ചാൽ, ഞാൻ ഒന്നും ചോദിച്ചില്ല, ഞാൻ വെറുതെ ചോദിച്ചപ്പോൾ തന്നെ അത് ഇതില് വസിയ്യത്ത് ആണ് പറഞ്ഞിരിക്കുന്നത്, 10 എണ്ണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ അത് 10 എണ്ണം നമുക്ക് കിട്ടും. 10ാമത്തെ കാര്യം എണ്ണി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. 10 കാര്യമുണ്ട് എന്ന് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള കൽപ്പനകൾ ഏതാണ് തോറയിലുള്ളതെന്ന് ചോദിച്ചാൽ തോറയിലുള്ള കൽപ്പനയുണ്ട്. ചില മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. ഇതിൽ വ്യാകരണം എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കാത്ത വ്യാകരണങ്ങൾ ഓരോ ക്ലാസ്സിലും കുറേശ്ശെ പറയുന്നുണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് പോയാൽ കുറേശ്ശെ നിങ്ങൾ ഗ്രാമർ പഠിച്ചു പോകും. പറഞ്ഞു. ഔഫയുടെ അമ്ര ഊഫിയാണ്. ഊഫിയാണ്. ഔഫയുടെ അമ്ര എന്താ നമ്മൾ പറഞ്ഞത്? ഔഫു എന്ന് ബഹുവചനം. അപ്പൊ ഏകവചനം എന്താ? ഔഫി. ഖുറാനിലുണ്ട്. ഔഫിൽ കൈല, ഔഫുൽ കൈല. ഔഫ യൂഫി എന്ന് വന്നിട്ട് എന്താ വരും? ഔഫ അല്ല, അവിടെ ഔഫ പിന്നെ ആമന യുഗ്മിനു പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആമന യുഗ്മിനു പോലെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഏതുപോലുള്ള ക്രിയയാണെന്ന് ആദ്യം കണ്ടത്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് സിമിലാരിറ്റിയുള്ള, സാദൃശ്യമുള്ള ക്രിയകൾ പഠിച്ചു പോയിട്ടുണ്ടാവും. നമ്മൾ
പഠിച്ചിട്ടില്ലാത്ത ഘടനകൾ കുറവാണ്. മിക്കവാറും ഘടനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ഘടനയിലുള്ളതായിരിക്കും. നമ്മൾ ചില വാക്കുകളൊക്കെ പഠിക്കുന്ന അതേപോലുള്ള ഘടനയിലുള്ള വാക്കുകൾ വേറെ വരും എന്നത് കൂടി പരിഗണിച്ചുകൊണ്ടാണ്. അപ്പൊ ആമന യുഗ്മിന് പോലെയാണ് ഔഫ യുഫി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? ആമന യുഗ്മിന് പോലെയാണ് ഔഫ യുഫി. അപ്പൊ ആമന രണ്ട് ഹംസാണ് വരുന്നത്. അമിനാണ് ആമനയായത്. ഓൾറെഡി ഒരു ഹംസ ഉണ്ട്, പിന്നെ അഞ്ചലിക്ക് വേണ്ടിയാണ് ചേർത്തുള്ള ഒരു ഹംസ ഉണ്ട്. അങ്ങനെയാണ് രണ്ട് ഹംസോട് ചേർത്തിട്ട് ആമനം. പക്ഷെ ഇവിടെ എന്താണ്? വഫ യുഫിയ. വായാണ്, വായാകുന്ന ദുർബലാക്ഷരമാണ്. മൂന്നക്ഷരത്തിലെ വാവ് ഫ യ ആണ് മൂന്നക്ഷരത്തിലെ മൂന്നക്ഷരങ്ങൾ. അത് പിന്നെ എന്താ പറയാ, സുലാസിയിലെ മൂന്നക്ഷരങ്ങൾ. പിന്നീട് എന്ത് ചെയ്തു? അഞ്ചലയുടെ ഹംസിയാക്കി. അപ്പൊ എന്തായി? ഔഫ എന്നാണ്. ഔഫ യൂഫി, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റെന്താണ്? അതിന്റെ ഹംസാണ്. അപ്പൊ ആമന യുഗ്മിന് പോലെ വന്നാൽ അപ്പൊ എന്തായി? ആമനയുടെ കൽപ്പന എന്താണ്? ആമനയുടെ കൽപ്പന അമിന. ആമിൻ. ആമിൻ. സൂറത്തുൽ അഹ്കാബിൽ കാണും, വൈലക ആമിൻ. ആമിൻ ആമിൻ ആമിനു. അപ്പൊ ഔഫ യൂഫി എന്ത് വരും? ഔഫി 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 ഔഫു. എനിക്ക് തോന്നുന്നു ഔഫ നമ്മൾ പഠിക്കണമെന്ന് തോന്നുന്നു. ടേബിൾ പഠിക്കണമെന്ന് എനിക്ക് പഠിച്ചിട്ടുണ്ട്. 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 പിന്നെന്താ പോകാൻ കാര്യം? യൂഫി യൂഫൂന. യൂഫി ഒന്നുണ്ടേ, യൂഫി ഒന്നുണ്ടാ? സംശയം വന്നതാ. അപ്പൊ യുഗ്മിനിൽ അവിടെ പോയി ആമനയുടെ ഹംസ അവിടെ പോയി. യുഗ്മിനുവിനല്ലേ വരുന്നത്? അഹ്മനയാണ്. പക്ഷെ പിന്നെ ആമനായി. അത് മദ്ദുൽ ബദലായതുകൊണ്ടാണ്. അല്ല സാർ, തജ്വീദും ലോകത്തും കൂടെ മിക്സ് ചെയ്യരുത് കേട്ടാ. തജ്വീദും ലോകത്തും കൂടെ മിക്സ് ചെയ്താലേ പ്രശ്നമാവും. അല്ല അതുപോലെ ഉണ്ട്. ഔഫ ഏത് വന്നെന്ന് ഞാൻ നോക്കിയതാണ്. ഔഫയിൽ കിട്ടൂല. അല്ല, അപ്പൊ നമ്മൾ പഠിച്ചത് ഏതാണെന്ന് നോക്കിയത്. ഔഹ ഉണ്ട്. ഔഹ യൂഹി പോലെ എടുത്താലും മതി. ഔഹ എന്താണ്? ഔഹ നമ്മള് പ്ലാറ്റിനത്തിൽ ഔഹ പഠിക്കും. ഔഫി പഠിപ്പിച്ച കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഔഫി യൂഫു, ഔഫി ഔഫു. ഇതെന്താണ് ഇപ്പൊ പഠിച്ചല്ലോ. ഓക്കെ, വേറെ? വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല വ്യാകരണത്തിലൊന്നും. അപ്പൊ ഇത് നമ്മള് യഥാവിധി വായിച്ചു നോക്കിയാൽ മതി.
ഈ എല്ലാവരും ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ വായിച്ചു നോക്കിയോന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം ഇടുന്നുണ്ടോ? തന്നിരിക്കുന്ന ഭാഗം വായിച്ചു നോക്കിയോ എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടല്ലോ, ക്ലാസ്സിന് മുമ്പ് ഒരു ചോദ്യം തരും. തന്നിരിക്കുന്ന ഭാഗം വായിച്ചു നോക്കിയോ, അതെല്ലാവരും മാർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ വായിച്ചു നോക്കി എന്ന് മാർക്ക് ചെയ്യാത്തവര് ചെയ്യണം. നമ്മള് ആരൊക്കെ വായിച്ചു നോക്കിയെന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ആരൊക്കെ വായിച്ചില്ല എന്നും അറിയാൻ പറ്റും. വായിച്ചു നോക്കിയത് ആരൊക്കെയാണ്, ബാക്കി ആരും വായിച്ചു നോക്കിയില്ല എന്ന് മനസ്സിലാവും. മാർക്ക് ചെയ്യാനുള്ളവര് ചെയ്യാത്തവര് മാർക്ക് ചെയ്യണം. ഓക്കെ, എപ്പോഴും മാർക്ക് ചെയ്യാം. ഈ ക്ലാസ് കഴിഞ്ഞ ശേഷവും പോയിട്ട് മാർക്ക് ചെയ്യാം. ഉസ്താദേ, ഞാന് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഞാനിപ്പോ ക്ലാസ് കേൾക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്കൊന്നും എനിക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ വീണ്ടും ഒരു സർജറിയും കൂടി കഴിഞ്ഞു ബുധനാഴ്ച. ഇപ്പം പിന്നെ മുറിഞ്ഞ ഭാഗം ജോയിന്റ് ആയോ? ഇപ്പൊ എല്ലും ഇതൊക്കെ ജോയിന്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ പ്ലാസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഫുള്ളായിട്ട് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റില്ല, അവിടെ മുറിവ് ഇടക്കിടക്ക് ഡ്രസ് ചെയ്യണം. ചില ഭാഗങ്ങൾ പ്ലാസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടാണ്. എല്ലില് സ്റ്റീൽ ഇട്ടു. ഏതായാലും അൽഹംദുലില്ലാ ആ അവസ്ഥയായല്ലോ. അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ ക്ലാസ് എവിടെ നിന്നാണ് മുറിഞ്ഞു പോയിരിക്കുന്നത്? ഈ ഭാഗത്തു നിന്നാണോ? എങ്ങനെ? കയ്യിലെ മുട്ടിന്റെ താഴെ നിന്നാണ് ഇവിടെ നിന്നാണ് മുറിഞ്ഞിരിക്കുന്നത്. ആരെങ്കിലും വിസിറ്റ് ചെയ്തോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഇല്ല, ഫോണില് ബന്ധപ്പെടാറുണ്ട്. വിസിറ്റ് ചെയ്യാനും പറ്റില്ലേ? വിസിറ്റ് ചെയ്യാനും പറ്റില്ല. ഇപ്പം ഐസിയുലാണോ ഉള്ളത്? അല്ല, ഇന്ന് റൂമിലേക്ക് മാറ്റിയിരിക്കണ. റൂമിലാണ്, പക്ഷെ അലൗഡ് അല്ല. ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കും. അതെ അതെ, അതൊക്കെ കുറെ അന്ധവിശ്വാസമുള്ള ഭാഗമാണ്. ഈ കൈകൊണ്ട് പിടിക്കാനും പറ്റുണ്ടോ? പിടിക്കാൻ പറ്റും. അതിങ്ങനെ ഷോൾഡറിലേക്ക് പതുക്കെ ഇതാക്കി വെച്ചിരിക്കുകയാണ്. കിടക്കുമ്പോ കുത്തി വെക്കണം, തൂക്കിയിടണം. അങ്ങനെയൊക്കെയാണ്. അതായത് ബ്ലഡ് പോവാൻ ഒരു പൈപ്പ് ഇട്ടിരിക്കുകയാണ്, അതിലുള്ളിലത്തെ നീരൊക്കെ പോവാനേ. കുറച്ച് പ്രയത്നത്തിൽ തന്നെയാണ്. പ്രത്യേകം എല്ലാരും ദുആ ചെയ്യണം. കാരണം നമ്മുടെ ഖുർആൻ പഠനത്തിൽ നിങ്ങൾ ചേർന്നിരിക്കുന്നു എന്നതിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ അള്ളാഹു പ്രയാസങ്ങൾ മാറ്റിത്തരും. അള്ളാഹു മാറ്റിത്തരട്ടെ. എളുപ്പം എല്ലാ തരത്തിലുള്ള എളുപ്പത്തിൽ മാറ്റിത്തരട്ടെ. അള്ളയാണ് ശിഫ നൽകാൻ കഴിയുന്നത്. ലാ ശിഫാ ഇല്ലാ ശിഫാഉക എന്നാണ് പറയുന്നത്. നിന്റെ ശിഫയല്ലാതെ ശിഫ ഒന്നും തന്നെ ഇല്ലല്ലോ. വർഗത്തിന് ശരിക്കുന്ന ലാ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പോ അല്ലാഹുമ്മ യശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാ ലാ യുഗാദിറു സഖം. ഒരു രോഗത്തെയും ഒഴിവാക്കാത്ത രീതിയിലുള്ള ഒരു രോഗമായി വിട്ടയച്ച് വിടാത്ത രീതിയിലുള്ള ശിഫ നൽകണമെന്ന്. പൂർണ്ണമായും ശിഫ നമ്മളെല്ലാം പ്രയാസങ്ങളെല്ലാം മാറ്റി തരട്ടെ. പ്രയാസം എപ്പോഴും ചിന്തിക്കേണ്ട നമ്മുടെ സഹോദരിമാരുടെ നമ്മുടെ പിതാക്കൾ, നമ്മുടെ മാതാക്കൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസം, അതുകൂടി നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അതും കൂടി അതിനുവേണ്ടിയും നമ്മൾ എല്ലാ ദിവസവും തഹജ്ജുദിൽ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കാനുള്ള പ്രയാസങ്ങളെല്ലാം മാറ്റി വരുത്തിക്കുക. ശാന്തമായി സമാധാനത്തോടുകൂടി ജീവിക്കാൻ അവർക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله.